ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തന്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. അപ്പൊ വാഗ്ദാനം നൽകിയിരിക്കുന്നു എന്നല്ല പറയണത്. 2:10 1:4 വാഗ്ദാനം നൽകിയിരിക്കുന്നു. വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താ? ഉടമ്പടിയാ ശരിക്കും വാഗ്ദാനം എന്ന് പറയണത്. ഉടമ്പടി നൽകിയിരിക്കുന്നതാണ് പറയണത്. അപ്പം അതറിയണമെങ്കിലേ, അതായത് നമ്മുടെ സങ്കീർത്തനം 105 എടുത്ത് 105:8 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 105:8. സങ്കീർത്തനം 105:8. അവിടുന്ന് തന്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. തന്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും. അപ്പൊ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും, തന്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർപ്പിക്കും. അപ്പോൾ ഉടമ്പടിയും വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് തന്നെയാണ്. ഉടമ്പടി എന്ന് പറയുമ്പോൾ എന്താണ്? വാഗ്ദാനങ്ങളെ നമ്മൾ അർഹരാക്കുകയാണ്. ദൈവം നമുക്ക് മനുഷ്യരാശിക്ക് കൊടുത്തിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിത രീതി, ജീവിത അവസ്ഥകളനുസരിച്ചുകൊണ്ട് 8000 സിസ്റ്റം വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ഒറ്റ ഉടമ്പടി കൊണ്ട് 8000 വാഗ്ദാനങ്ങളിൽ നമ്മൾ അവകാശികളാക്കുകയാണ് നമ്മളെ. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഇപ്പം അത് 5:9 എന്ന് വായിച്ചേ. 105:9. അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി ഇസ്ഹാക്കിന് ശപഥപൂർവം നൽകിയ വാഗ്ദാനം തന്നെ. ഉടമ്പടി വാഗ്ദാനം തന്നെ എന്നല്ലേ പറയണത്. ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കണത്? വാഗ്ദാനം നമ്മളെ പ്രാപിക്കുകയാണ്. ഈ വാഗ്ദാനം അലപരാധികൾക്കും ജഡിക സന്തതികൾക്കും വാഗ്ദാനം പ്രാപിക്കാൻ പറ്റത്തില്ല. അവിടെ വെച്ചാണ് ഉടമ്പടി പുതുക്കി വരണത്. അലപരാധി ജീവിതമുള്ളവർക്കും ജഡിക ജീവിതം ഉള്ളവർക്കും ഉടമ്പടിയുടെ വാഗ്ദാനം പ്രാപിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ പല കാര്യവും നടക്കാത്തതിൻ്റെ കാര്യം അതാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ആ ഉടമ്പടി എടുത്ത കാലത്ത് എന്ത് സ്വഭാവമായിരുന്നു അതുതന്നെ ഇപ്പോഴും. പിന്നെ എങ്ങനെയാണ് വാഗ്ദാനം പ്രാപിക്കണത്? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഉടമ്പടി പുതുക്കുന്നതിന് ആനുപാതികമായിട്ട് എങ്ങനെയാണ് വരണമെന്ന് വെച്ചാൽ, ഈ വാഗ്ദാനം പ്രാപിക്കുന്നതനുസരിച്ച് ദൈവ സ്വഭാവം ആൾ ആർജിച്ചുകൊണ്ടേ ഇരിക്കണം. അതാണ് 2:10 1:4 ഒന്നുകൂടി വായിച്ചേ.